നമസ്കാരം, എക്സ്പോ ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് എക്സ്പോയുടെ മൂന്നാം ദിനമാണ്. മൂന്നാം ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് ഷാഫി ഇറങ്ങിയത് അല്ലേ? അപ്പോൾ അതെ, ഒരു രാവിലെ തന്നെ നമ്മൾ ഇന്ന് എക്സ്പോ റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റാളുകളിലെല്ലാം പോയിരുന്നു. അപ്പം ഇതിൻ്റെ തുടക്കം മുതൽ, അതായത് 1-ാം നമ്പർ സ്റ്റാൾ തേടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ 1-ാം നമ്പർ ആരംഭിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലായ ഭാഗത്തായിട്ടാണ് 3 രീതിയിലാണ് ഈ സ്റ്റാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1, 2, 3 റോ. അതിനകത്ത് ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലാണ്. അപ്പം ആ ഒരു 1-ാമത്തെ സ്റ്റാൾ ഏതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു. ആ സ്റ്റാൾ കണ്ടെത്താൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമസ്കാരം. സഹകരണ എക്സ്പോയിലെ 1-ാം നമ്പർ സ്റ്റാൾ തേടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വലിയ തിരക്ക്, ആ തിരക്കിനിടയിലൂടെ വേണം നമുക്ക് ഒന്ന് അങ്ങോട്ട് പോകേണ്ടത്. ഒരു വലിയ ക്രൗഡ് തന്നെയാണ് രാവിലെ ഈ സമയത്തും. ഇപ്പോൾ ഒരു 12:30 ഉച്ചയായിരിക്കുകയാണ്. വലിയൊരു തിരക്ക്. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് നമ്മൾ 1-ാം നമ്പറിലേക്ക് പോകുന്നത്. 1-ാം നമ്പർ സ്റ്റാൾ തേടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്കൊന്ന് ഈ ഒരു ക്രൗഡിനിടയിലൂടെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഏകദേശം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ 44. അപ്പം 1-ലേക്ക് പോകണമെങ്കിൽ തന്നെ ഈ ഒരു ക്രൗഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മളപ്പോഴും ഏതാണ്ട് 1-ാം നമ്പർ സ്റ്റാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തിരക്കുകൾ മറികടന്നാണ് ഈ 1-ാം നമ്പർ സ്റ്റാളിലേക്ക് എത്താൻ പോകുന്നത്. ആ സ്റ്റാളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇത് പരതന്നൂർ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ പരതന്നൂർ എന്ന് പറയുന്ന ദേശത്താണ്. പരതന്നൂർ പട്ടികജാതി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത് ഞങ്ങളുടെ വനിതകൾ നിർമ്മിക്കുന്ന ബാഗാണ്. ഇത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആൾക്കാർ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ 1-ാം നമ്പർ സ്റ്റാൾ തേടിപ്പോയ അവിടുത്തെ ഒരു വലിയൊരു ക്രൗഡ് രാവിലെ തന്നെ, അതായത് രാവിലെ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 10 മണി മുതൽ ഒരു 1 മണിക്കിടയിലുണ്ടായ ഒരു വലിയ ക്രൗഡാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി ഇതിനകത്ത് അടുത്തതായി ഒരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അത് നമ്മുടെ അരുൺ DS ആണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നത്. അതെന്തായിരുന്നു? അത് ശരിക്കും പട്ടികജാതി പട്ടികവർഗ വികസന സഹകരണ ഫെഡറേഷൻ്റെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ ഈ ഫെഡറേഷൻ്റെ MD ശ്രീകാന്ത് TR നായർ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമാ താരം, സീരിയൽ താരം എന്ന നിലയിലൊക്കെ പുള്ളിയെ ജനങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അങ്ങനെയായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് 36 വർഷമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സർവീസിലുണ്ട് അദ്ദേഹം. അത് മാത്രമല്ല, ഈ ഫെഡറേഷൻ്റെ SCT ഫെഡറേഷൻ്റെ MD കൂടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വനവിഭവങ്ങളാണ്, വനത്തിൽ നിന്ന് ശേഖരിച്ച തനതായ വനവിഭവങ്ങളുടെ. അപ്പോൾ അതിനകത്തൊരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സഹകരണ മേഖലയിൽ ഒട്ടനവധി ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലുള്ള മിക്ക ആൾക്കാരും കലാകാരന്മാരാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതെ. നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഭൈരവൻ അല്ലേ? ഭൈരവനാണ്. SC ഫെഡറേഷന്റെ MD ആണ്. 40 വർഷത്തെ സർവീസ്, 36 വർഷം, ഏകദേശം 40 വർഷത്തോളമുള്ള സർവീസാണ് അദ്ദേഹത്തിനുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ സർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. ഇത് SC ഫെഡറേഷന്റെ ഓൺ കൗണ്ടറാണ്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വനവിഭവങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ടെടുത്ത് നമുക്ക് മാത്രമാണ് ഫോറസ്റ്റിൽ നിന്ന് വനവിഭവങ്ങൾ കളക്ട് ചെയ്യാനുള്ള പെർമിഷൻ സർക്കാർ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഞങ്ങളുടെ തേനെന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനലാണ്, സാധാരണ ഉള്ളതുപോലെ അല്ല. ഇതിനകത്ത് വേറെ ഒരു കലർപ്പും ഇല്ലാത്ത ഒറിജിനൽ ഇതാണ്. മാർക്കറ്റിൽ ശർക്കര കലക്കിയാണ് വരാറ്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് വേറെ ഒരു കെമിക്കൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ വൈവിധ്യങ്ങളുടെ കലവറയാണ് ശരിക്കും നമ്മുടെ എക്സ്പോ എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 9 മണി വരെയാണ് ഇതിൻ്റെ ഒരു സമയം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമാണ്. അത് മാത്രമല്ല, കൃത്യമായി ഓരോ പദ്ധതിയും ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഏത് മേഖലയാണെങ്കിൽ പോലും. അത് മാത്രമല്ല, അതിപ്രധാനമായ മറ്റു ചില സംഭവവികാസങ്ങൾ ഈ എക്സ്പോയ്ക്ക് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ശ്രേഷ്ഠമായ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, സെമിനാറുകൾ നടക്കുന്നുണ്ട്. അത് സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി പൊതുസമൂഹത്തിന് ജീവനോപാധികളുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സെമിനാറുകളാണ് നടക്കുന്നത്. ആരോഗ്യ മേഖല, സാഹിത്യം, അതുപോലെ എല്ലാ സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ട് സഹകരണവുമായി ബന്ധപ്പെടുത്തിയാണ് നടക്കുന്നത്. സഹകരണവുമായി ബന്ധപ്പെടുത്തി, കാരണം അതാണല്ലോ ഇതിൻ്റെ മെയിൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ എക്സ്പോ. സഹകരണ മേഖലയ്ക്ക് എന്ത് ചെയ്യാനാകും, എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ആകെ. ഒരുപക്ഷെ ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല എന്ന് തോന്നുന്നു. സഹകരണ മേഖലയിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ചിട്ടി, പാട്ടം, ലോണ് അങ്ങനെയുള്ള അത് മാത്രം ഉള്ളൂ എന്നാണ്. പക്ഷെ അതല്ല, സഹകരണ മേഖലയിൽ എല്ലാം ഉണ്ട്. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ജനനം മുതൽ മരണം വരെയുള്ള എന്ത് സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരുന്നു. ഈ ആർട്ടിക്സുമായി ബന്ധപ്പെട്ടൊരു അത് ഇന്ന് രാവിലെ കണ്ടിരുന്ന ഇവിടുന്ന് ഒരു സ്റ്റോളായിട്ട്, അതായത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് രൂപീകരിച്ച ഒരു സഹകരണ സംഘമാണ് ആർട്ടിക്സ് എന്ന് പറഞ്ഞത്. അത് ഈ മുഴുവൻ സമയ കലാകാരന്മാരാണ് അതിനകത്ത് വരുന്നത്. അപ്പം അവരുടെ ഒരു സ്റ്റാൾ, അതൊരു വ്യത്യസ്തമായ ഒരു സംഗതി തന്നെയായിരുന്നു. അപ്പം ഞാനവിടെ പോയത്
ഒരു സ്റ്റോറി ആക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് രൂപീകരിച്ച കലാകാരന്മാരുടെ സഹകരണ സംഘത്തിൽ ഈ സഹകരണ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രകാരന്മാർ, അതോടൊപ്പം തന്നെ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ ചേർന്നതാണ് ഈ സഹകരണ സംഘം. സംഗീതം, നാടകം, പ്രകടന കലകൾ, ചിത്രരചന എന്നിവ ഉൾപ്പെടെ എല്ലാ കലാകാരന്മാർക്കും സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായിട്ടുള്ള ഒരു സഹകരണ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ എക്സ്പോയിലെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ പ്രിയ ചലച്ചിത്ര താരങ്ങളുടെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്ചു, അങ്ങനെ നിരവധി സ്റ്റാച്ചു. ശരിക്കും ഇതേ വേദിയിൽ ഇതേ പവലിയനിൽ ശ്രദ്ധേയമായത് ഇന്ന് അഞ്ജൻ എന്ന കുട്ടിയാണ്. സെർബ്രൽ പാൾസി ബാധിച്ച അഞ്ജനെ എനിക്ക് തോന്നുന്നു 2005 അബ്ദുൽ കലാമിൻ്റെ ചിത്രം വരച്ചതിലൂടെ അന്ന് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു. അഞ്ജൻ ഇന്ന് ഈ വേദിയിലെത്തിയ എല്ലാവരുടെയും, പവലിയനിലെത്തിയ ഒട്ടുമിക്ക എല്ലാവരുടെയും കാരിക്കേച്ചർ വരച്ചു. അപ്പോൾ അതിനകത്ത് കൂടുതലും പിന്നെ പുള്ളി ഫോക്കസ് ചെയ്തത് ഇവിടുത്തെ അഡീഷണൽ രജിസ്ട്രാർമാർ അങ്ങനെയുള്ള ആൾക്കാരെ പടങ്ങൾ അതിനകത്ത് വരച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ പേപ്പറും അല്ലെങ്കിൽ പേന സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടിയല്ല, ഭയങ്കരമായിട്ടും അങ്ങ് മാറുകയാണ്. അത് നമുക്കവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സംഗതിയുള്ളത്. ഷാഫി, ഈ പവലിയനുകളിൽ ആകർഷകമായ മറ്റൊന്നുകൂടിയുണ്ട്. കോഴിക്കോട് ഉള്ളിയേരിയിലുള്ള M. ദാസൻ ടെക്നിക്കൽ കോളേജിലെ കുട്ടികളാണ്, എഞ്ചിനീയറിംഗ് കുട്ടികളാണ്. ഇവർ അത്ഭുതപ്പെടുത്തുകയാണ്. അതായത് അവർ 3 മിനിയേച്ചറാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഒന്ന് ഈ 3D പ്രിൻറ്റിങ് ഹൗസിംഗ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് 3D പ്രിൻറ്റിങ്ങിലൂടെ എങ്ങനെയാണ് വീടുകൾ ഉണ്ടാക്കുന്നത്, അതായത് വീടുകൾ നിർമ്മിക്കുകയാണ് 3D പ്രിൻറ്റിങ്ങിലൂടെ. 15 ദിവസം കൊണ്ട് വീട് നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ്. അതെങ്ങനെയാണ് എന്നതിൻ്റെ മിനിയേച്ചർ. 2, കേരളയിലുമായി ബന്ധപ്പെട്ട് 5 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് കേരളയിൽ വന്നതിന് ശേഷം നമ്മുടെ പരിസ്ഥിതി ഒരു പോറലും ഇല്ലാതെ പോകുന്നത് എന്നതിന് മിനിയേച്ചർ. മറ്റൊന്ന്, നമ്മുടെ ഈ ഹ്യൂമനോയിഡ് റോബോട്ട് സോഫിയൊക്കെ പോലെ Mark 2 എന്ന പേരിൽ അവരൊരു റോബോട്ടിനെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞില്ലേ മിനിയേച്ചർ എന്ന്, അതൊരു വിർച്വൽ റിയാലിറ്റിയാണ്. എങ്ങനെയാണത്? അത് മിനിയേച്ചർ എന്നത് ഈ 3D പ്രിൻറ്റിങ്ങിലൂടെ എങ്ങനെയാണ് ഓരോന്ന് നിർമ്മിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ലളിതമായൊരു രൂപമാണ് അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ചെറിയ ചെറിയ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ രൂപങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതിൻ്റെ മിനിയേച്ചറുണ്ട്. ഇതിൻ്റെ മറ്റൊരു വലിയ രൂപമാണ് ശരിക്കും പുറത്ത് കാണുന്നത്. ഇങ്ങനെയാകും അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് കാണാം. ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സമയം കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീടുകൾ, ഏറ്റവും അൾട്ടിമേറ്റായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഉപയോഗമായിട്ട് പറയാൻപ്പെടുന്നത്. 3 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ 2 അറ്റത്തെയും കൂട്ടിമുട്ടിക്കുന്ന, അതായത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ അനായാസം എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് കേരയിൽ കടന്നു പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് എന്നത് കൂടിയാണ് ഇവർ മറ്റൊരു ഡെമോൺസ്ട്രേഷനിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് പാരിസ്ഥിതിക ആഘാതമില്ലാതെ വളരെ കൃത്യമായ പഠനത്തോടെയും ആസൂത്രിതമായ രീതിയിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ മാതൃക കൂടിയാണ് ഈ കാണിക്കുന്നത്. നോക്കൂ, 2 വശങ്ങളിലും പാരിസ്ഥിതിക ആഘാതമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. അത് വയലുകൾക്ക് നടുവിലൂടെ, ചിലയിടങ്ങളിൽ ടണലടക്കമുള്ള മേഖലകൾ, ഏരിയകൾ. ഈ പ്രസക്തമായ വിഷയങ്ങളിൽ സെമിനാർ നടക്കാറുള്ളത് പോലെ എന്നത്തെയും പോലെ ഇന്നും സെമിനാർ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ കുടുംബക്ഷേമ മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങൾ, അവയുടെ പങ്ക്, അതിൻ്റെ സാധ്യതകൾ ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ എക്സ്പോയിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടും ആയിരിക്കും അതല്ലേ? അതെ. കാരണം ഈ സെമിനാറിലുള്ള വിഷയങ്ങൾ ക്രോഡീകരിച്ച് സർക്കാർ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അതിൻ്റെ കണ്ടന്റ് എന്താണോ പറഞ്ഞത് അത് സ്വാംശീകരിച്ച് അതിൽ നിന്ന് പോസിറ്റീവായ വശങ്ങളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഗുഡ് വൈബാണ് ശരിക്കും നൽകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ആരോഗ്യ കുടുംബക്ഷേമ മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എന്നുള്ള ടൈറ്റിലായിരുന്നു എന്ന് പറഞ്ഞത്. ഒരു 2:30 മുതൽ ഏകദേശം ഒരു 5:30 വരെയായിരുന്നു ഈ ഒരു സെമിനാർ നടന്നത്. പങ്കെടുത്തത് അതിൻ്റെ പ്രധാന അതിഥിയായിട്ട്, എൻ്റെ ഉദ്ഘാടകമായിട്ട് ആരാണ് എത്തിയത്? ഉദ്ഘാടക PK ശ്രീമതി ടീച്ചറായിരുന്നു. എൻ്റെ ബ്രോഷർ പ്രകാരം അധ്യക്ഷൻ ശ്രീ P. രാജേന്ദ്രൻ, പ്രബന്ധ അവതരണം നടത്തിയത് ഡോക്ടർ ജയകൃഷ്ണനായിരുന്നു. പങ്കെടുത്തവർ ശ്രീ V. ശശികുമാർ, ശ്രീ K. ശശിധരൻ, ശ്രീ CN. വിജയകൃഷ്ണൻ, ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. മോഡറേറ്റർ ആയിരുന്ന ഡോക്ടർ RK മേനോനായിരുന്നു. ടോട്ടലി എങ്ങനെയായാലും ഒരു 3 മണിക്കൂറോളം സെമിനാർ ഉണ്ടായിരുന്നു. 3 മണിക്കൂർ. പുറത്തുനിന്നൊക്കെ ധാരാളം ആൾക്കാർ, ഇവിടുത്തെ ഒരു ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സെമിനാർ ഹാള് ഫുള്ള് നിറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതെ.
ആരോഗ്യ കുടുംബക്ഷേമ മേഖലയിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പങ്കാണ് സെമിനാറിലെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് EMS സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും IMAയുടെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും ആയിട്ടുള്ള ശ്രീ ഡോക്ടർ ജയകൃഷ്ണൻ ഇവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അതിനു മുൻപ് മുൻ MPയും കുറച്ച് കൊല്ലം കൊണ്ട് കേരളത്തിലാകെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ സഹകരണ ആശുപത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ NSൻ്റെ പേരിലുള്ള സഹകരണ ആശുപത്രിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ടാവും ഇവിടെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ വരുമ്പോൾ ശശി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ. ഷാഫി, അതുപോലെ എല്ലാ ദിവസവും വൈകിട്ടോടു കൂടിയാണ് കലാ സാംസ്കാരിക സന്ധ്യ അല്ലേ പരിപാടികൾ അരങ്ങേറാറുള്ളത്. അപ്പോൾ ഇന്ന് മ്യൂസിക് സ്റ്റേജ് ഷോയാണ് ഗൗരി ലക്ഷ്മിയുടെ പരിപാടി. ഒരു വലിയ കളർഫുള്ളാണ്. അതെ, കളർഫുള്ളാണ്. എല്ലാ ദിവസവും കളർഫുള്ളാണ്. ഈ എക്സ്പോ ടുഡേയുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ആഹാരം. അതുകൊണ്ട് തന്നെ 8000 ചതുരശ്ര അടിയാണ് നമ്മുടെ ഇവിടുത്തെ ഈ എക്സ്പോയിലെ ഫുഡ് കോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ദക്ഷിണേന്ത്യൻ, നോർത്ത്, ചൈനീസ്, കേരള, അറബിക്ക് ഇങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മുടെ ഈ ഫുഡ് കോർട്ടിൽ കിട്ടുന്നുണ്ട്. ഈ അറ്റമില്ലാതെ ഒഴുകിയെത്തുന്ന ജനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിൽ വിശാലമാണ് നമ്മുടെ അതിവിശാലമായതാണ്. അപ്പോൾ ഈ ഫുഡ് കോർട്ടിലെ കാഴ്ച കണ്ട് നമുക്ക് ഇന്നത്തെ എക്സ്പോ ടുഡേ നിർത്താം. ഓക്കെ. Thank you.